തോൽവിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ചു. PM മനീഷാണ് രാജിവെച്ചത്. തോൽവിയിലുണ്ടായ നിരാശയാണ് രാജിക്ക് കാരണം. KPCC നേതൃത്വത്തിനും DCC നേതൃത്വത്തിനും രാജി കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ K. വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തെങ്കിലും സമ്മർദ്ദത്തെ തുടർന്നുള്ള രാജിയാണോ അതോ സ്വയം തീരുമാനിച്ചുള്ളൊരു രാജിയായിരുന്നോ? സംഗീത, ചേലക്കരയിൽ UDF-നെ ഞെട്ടിച്ചുകൊണ്ടുള്ള പരാജയമാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കം ഉറച്ച നിലയിൽ പറഞ്ഞത് ഇത്തവണ രാഷ്ട്രീയ വിജയം തന്നെ ചേലക്കരയിൽ ഉണ്ടാകും. ചേലക്കരയിലെ ഇടതുപക്ഷത്തിന്റെ മേൽക്കോയ്മ അവസാനിപ്പിച്ച് ഉറപ്പിക്കുന്ന വിജയം, അഭിമാനകരമായ വിജയം ഉറപ്പിക്കും എന്നുള്ള പലവട്ടം ഈ തെരഞ്ഞെടുപ്പ് ഫലമറിയുന്നതിന് മുന്നോടിയായി പറഞ്ഞിരുന്നു. അത്തരത്തിൽ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വലിയ തോൽവി, കനത്ത തോൽവി തന്നെയാണ് കോൺഗ്രസിന് ചേലക്കരയിൽ നേരിടേണ്ടി വന്നത്. 12,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് KPCC ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസൾട്ടിനെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും പരിശോധിക്കുമെന്നുമൊക്കെ പറഞ്ഞ് അതിന്റെ തുടർ നടപടികൾ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ ചേലക്കരയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ കൂടിയായിരുന്ന PM മനീഷ് രാജിവെക്കുന്നത്. KPCC പ്രസിഡന്റിന് ഇമെയിലായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനീഷ് രാജി കൈമാറിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് നടന്ന പ്രതിഷേധവും ഉദ്ഘാടനം ചെയ്തത് അനീഷാണ്. അനീഷ് ഉദ്ഘാടനം നടത്തി പരിപാടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് രാജി കൈമാറിയത്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള P. മാധവന്റെ നിര്യാണത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ട് തൃശ്ശൂരിലെത്തുന്നുണ്ട്. നാളെ തൃശ്ശൂരിലെത്തി രാഹുൽ ഗാന്ധി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു രാജി എന്നുള്ളതും കോൺഗ്രസിനെ അല്പം വെട്ടിലാക്കിയിട്ടുണ്ട്. ഏതായാലും ചേലക്കരയിലെ തോൽവി സാധാരണമാണ് എന്നുള്ള നിലയിൽ ഒരു പരാമർശങ്ങളൊക്കെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇടതുപക്ഷത്തിന്റെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും ചേലക്കരയിൽ സംഭവിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും അത് ആ റിസൾട്ട് അറിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനോടടുക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന PM മനീഷ് രാജിവെക്കുന്നത്. രാജിക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളാണ് എന്നുള്ളതാണ് അനീഷുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ തികച്ചും ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചുമതലക്കാരനായിരുന്ന അനീഷ് രാജിവെക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിന് 2 കമ്മിറ്റികളാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്, ചേലക്കരയും ചെറുതുരുത്തിയും. ഈ ചെറുതുരുത്തി പ്രസിഡന്റ് ആയിട്ടുള്ള PM ഷാനവാസ് ഇപ്പോഴും ഈ നിലയിൽ ബ്ലോക്ക് പ്രസിഡന്റായി തുടരുന്നതിനിടെയാണ് അനീഷിന്റെ രാജി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസത്തിന്റെ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതിഫലിപ്പിക്കുന്ന കൂടിയാണ് അനീഷിന്റെ രാജി. ഏതായാലും ഔദ്യോഗിക നേതൃത്വങ്ങൾ ആരും രാജി സ്വീകരിച്ചതായോ അല്ലെങ്കിൽ അനീഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല. സംഗീത. ശരി ലെവിൻ, ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. PM മനീഷാണ് രാജിവെച്ചത്. ലെവിൻ K. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.